അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ഡോർസ് ഏതൊക്കെയാണെന്ന് പഠിച്ചായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്പ് ഓഫ് വിൻഡോസ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് വിൻഡോസ് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ടൈപ്പ് കേസ്മെന്റ് വിൻഡോ ആണ്. നമ്മൾ ബിൽഡിങ്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ഈ കേസ്മെന്റ് വിൻഡോ. ട്രാൻസോ മുള്ളിയൻസോ ഒക്കെ കൊടുക്കുന്ന ഒരു ടൈപ്പാണ് ഈ കേസ്മെന്റ് വിൻഡോ. ഇതിൻ്റെ ഷട്ടേഴ്സ് നമുക്ക് ഡോറിൻ്റെ ഷട്ടേഴ്സ് പോലെ തന്നെ തുറക്കാനും അടയ്ക്കാനും പറ്റും. അടുത്ത ടൈപ്പ് പിവട്ടഡ് വിൻഡോ ആണ്. ഈ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പിവട്ടിന് ബേസ് ആയിട്ടാണ് ഈ ഷട്ടേഴ്സ് സ്വിങ് ചെയ്യുന്നത്. സോ ഈ ഷട്ടേഴ്സ് നമുക്ക് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈസി ക്ലീനിങ് ആണ്. അടുത്ത ടൈപ്പാണ് സ്ലൈഡിംഗ് വിൻഡോ. സ്ലൈഡിംഗ് ഡോറിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ലൈഡിംഗ് വിൻഡോയിലും ഉള്ളത്. ബസ്സിലും റെയിൽവേ കോച്ചസിലും എയർ കണ്ടീഷൻഡ് ക്യാബിൻസിലൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ലൂവേർഡ് വിൻഡോ ആണ്. ലൂവേർഡ് ഡോറിന് സിമിലർ ആയിട്ടുള്ള വിൻഡോസ് ആണ് ഈ ലൂവേർഡ് വിൻഡോസും. അപ്പോൾ ഇതിൻ്റെ ലൂവേഴ്സിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണ്. അടുത്ത ടൈപ്പ് ഗ്ലേസ്ഡ് വിൻഡോ ആണ്. നമ്മുടെ കേസ്മെന്റ് വിൻഡോയുടെ ഒരു ടൈപ്പാണ് ഈ ഗ്ലേസ്ഡ് വിൻഡോ. കേസ്മെന്റ് വിൻഡോയുടെ പാനൽ പോർഷൻ ഫുള്ളി ഗ്ലേസ്ഡ് ആണെങ്കിൽ അതിനെ ഗ്ലേസ്ഡ് വിൻഡോ എന്ന് വിളിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വിൻഡോ ആണ് മെറ്റൽ വിൻഡോ. മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഈ മെറ്റൽ വിൻഡോസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ കോസ്റ്റ് കുറവായതുകൊണ്ട് യൂഷ്വലി നമ്മൾ പബ്ലിക് ബിൽഡിങ്സിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത് മെറ്റൽ വിൻഡോസ് ആണ്. അടുത്ത ടൈപ്പ് സർക്കുലർ വിൻഡോ ആണ്. സർക്കുലർ ഷേപ്പിലുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ സർക്കുലർ വിൻഡോസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫാക്ടറീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വിൻഡോസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഈ സർക്കുലർ വിൻഡോസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് കോർണർ വിൻഡോ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ഈ കോർണർ വിൻഡോ. റൂമിൻ്റെ കോർണറിലായിരിക്കും നമ്മൾ ഈ കോർണർ വിൻഡോസ് കൊടുക്കാറ്. സോ നമുക്ക് 2 ഡയറക്ഷനിലുള്ള എയറിനെയും ലൈറ്റിനെയും റൂമിനകത്തോട്ട് പെർമിറ്റ് ചെയ്യാൻ പറ്റും. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് വിൻഡോസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒത്തിരി വട്ടം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പ് ഗേബിൾ വിൻഡോ ആണ്. പിച്ച്ഡ് റൂഫിൻ്റെ ഗേബിൾ എൻഡിൽ കൊടുക്കുന്ന വെർട്ടിക്കൽ വിൻഡോനെയാണ് നമ്മൾ ഗേബിൾ വിൻഡോ എന്ന് പറയുന്നത്. ഇനി സ്ലോപ്പിംഗ് റൂഫിന് വെർട്ടിക്കലായിട്ട് കൊടുക്കുന്ന വിൻഡോയിനെ ഡോർമർ വിൻഡോ എന്ന് പറയും. വിൻഡോ പ്രൊവൈഡ് വെന്റിലേഷൻ ആൻഡ് ലൈറ്റിംഗ് ടു ദി എൻക്ലോസ്ഡ് സ്പേസ് ബിലോ ദി റൂഫ്. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നതും ഡോർമർ വിൻഡോ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സ്കൈലൈറ്റ്. ഈ ഡോർമർ വിൻഡോയിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് ഈ സ്കൈലൈറ്റ് വിൻഡോ. ഡോർമർ വിൻഡോ വെർട്ടിക്കൽ വിൻഡോ ആയിരുന്നു. അപ്പോൾ ഈ സ്കൈലൈറ്റ് വിൻഡോ സ്ലോപ്പിംഗ് സർഫസിന് പാരലായിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. സോ ലൈറ്റ് മാത്രമേ സ്കൈലൈറ്റ് കൂടെ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ പിച്ച്ഡ് റൂഫിൽ കൊടുക്കുന്ന വിൻഡോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോർമർ വിൻഡോ ആണ്. ഓപ്ഷനിൽ ഡോർമർ വിൻഡോ ഇല്ലെങ്കിൽ മാത്രമേ സ്കൈലൈറ്റ് ചൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഇത് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഡോർമർ വിൻഡോയും സ്കൈലൈറ്റും പിച്ച്ഡ് സ്ലോപ്പിംഗ് റൂഫിന് വെർട്ടിക്കലി കൊടുക്കുന്നതാണ് ഡോർമർ വിൻഡോ ആൻഡ് പാരലായിട്ട് കൊടുക്കുന്നതാണ് സ്കൈലൈറ്റ്. അടുത്ത ടൈപ്പ് ബേ വിൻഡോ ആണ്. നമ്മുടെ എക്സ്റ്റേണൽ വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ഈ ബേ വിൻഡോ. നെക്സ്റ്റ് വൺ ഈസ് ക്ലേറി സ്റ്റോറി വിൻഡോ. ലീൻഡ് റൂഫിൻ്റെ ടോപ്പിലും പിച്ച്ഡ് റൂഫിൻ്റെ ബോട്ടത്തിലായിട്ടാണ് നമ്മൾ ഈ ക്ലേറി സ്റ്റോറി വിൻഡോസ് കൊടുക്കാറ്. ഒരു റൂമിൻ്റെ സീലിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റൻ്റ് റൂമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ ഈ ക്ലേറി സ്റ്റോറി വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ലാൻഡേൺ. ഫ്ലാറ്റ് റൂഫിലാണ് നമ്മൾ ഈ ലാൻഡേൺസ് കൊടുക്കാറ്. ഫ്ലാറ്റ് റൂഫിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലാൻഡേൺസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്നർ റൂംസിലൊക്കെ കൂടുതൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാൻഡേൺസ് കൊടുക്കാറ്. ലാസ്റ്റ് വൺ ഈസ് ഫാൻ ലൈറ്റ്. ഡോഴ്സിൻ്റെയും വിൻഡോസിൻ്റെയൊക്കെ ടോപ്പിൽ നമ്മൾ കൊടുക്കുന്ന സ്മോൾ വിൻഡോസിനെയാണ് ഫാൻ ലൈറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ടൈപ്പ് ഓഫ് വിൻഡോസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഡോഴ്സും വിൻഡോസും ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓരോന്നിൻ്റെ യൂസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ബിക്കോസ് അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദ വെർട്ടിക്കൽ വിൻഡോ പ്രൊവൈഡഡ് ഓൺ ദി സ്ലോപ്പിംഗ് റൂഫ് ഈസ് കോൾഡ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. ആൻസർ ഇതാണ് ഓപ്ഷൻ സി, ഡോർമർ വിൻഡോ. 8th ക്വസ്റ്റ്യൻ നോക്കാം. The window usually provided near the main roof of a room and opens the adjoining veranda is called. Options ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഡോർമർ വിൻഡോ, ഓപ്ഷൻ ബി കോർണർ വിൻഡോ, ഓപ്ഷൻ സി ബേ വിൻഡോ ആൻഡ് ഓപ്ഷൻ ഡി ക്ലേറി സ്റ്റോറി വിൻഡോ. സോ ഈ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ക്ലേറി സ്റ്റോറി വിൻഡോ ആണ്.
Ninth question is 1000 mm width door single shutter and 2000 mm height is designated as. Options നോക്കാം. Option A 100 ds 200, Option B 10 ds 20, Option C 100 dt 200, Option D 10 dt 20. അപ്പോൾ നമ്മൾ ഈ ഡോറിനെയും വിൻഡോസിനെയൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. സോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ മൊഡ്യൂൾ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു മൊഡ്യൂൾ 100 mm ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേൽ 8 ds 20 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ D ഡിനോട്ട് ചെയ്യുന്ന ഡോറിനെയും S ഡിനോട്ട് ചെയ്യുന്ന സിംഗിൾ ഷട്ടറാണ്. ആദ്യത്തെ നമ്പർ 8 വിഡ്ത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 20 ഹൈറ്റിനെയും. അപ്പോൾ സിംഗിൾ ഷട്ടർ ഡോർ ഹാവിങ് വിഡ്ത്ത് 800 mm ആൻഡ് ഹൈറ്റ് 2000 mm. അടുത്തതിൽ 10 dt 21 ആണ്. ഇവിടെ D ഡോറാണ്, T വരുമ്പോൾ ടിൻ ഷട്ടർ ഡോർ ആവും. ബാക്കിയെല്ലാം 1000 വിഡ്ത്ത് ആൻഡ് 2100 mm ഹൈറ്റ് ആവും. ഇനി അടുത്തത് 5WT 8 ആണ്. ഇതിൽ W വരുമ്പോൾ വിൻഡോ ആവും, T ടിൻ ഷട്ടർ. അപ്പോൾ ടിൻ ഷട്ടർ വിൻഡോ ഹാവിങ് വിഡ്ത്ത് 500 mm ആൻഡ് ഹൈറ്റ് 800 mm ആവും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? 1000 mm വിഡ്ത്തും സിംഗിൾ ഷട്ടർ ഡോറാണ്, ഹൈറ്റ് 2000 mm ആണ്. അപ്പോൾ ഇതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്? 10 ds 20. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി 10 ds 20. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബൈ യൂസിങ് ഡാഷ് ഹിഞ്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു റേസ് ദ ഡോർ ഷട്ടർ നിയർലി 10 mm എബോവ് ഫ്ലോർ ലെവൽ. ഓപ്ഷൻസ് നോക്കാം. എ സ്ട്രാപ്പ്, ബി ബാക്ക് ഫ്ലാപ്പ്, സി പാർലമെൻ്ററി ആൻഡ് ഡി റൈസിംഗ് ബഡ്. അപ്പോൾ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് അതാണ്. അപ്പോൾ അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിയും. സോ നമുക്കിനി ആ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ് എന്ന ടോപ്പിക് കൂടെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഡോർസിനും വിൻഡോസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹിഞ്ചസ്, അടുത്തത് ബോൾട്ടാണ്, പിന്നെ ഹാൻഡിൽസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലോക്ക്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആക്ച്വലി നമുക്ക് ഹിഞ്ചും ബോൾട്ടും മാത്രം കൂടുതലായിട്ട് പഠിച്ചാൽ മതി. ബാക്കി പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. സോ നമ്മൾ ഹിഞ്ചസും ബോൾട്ടും മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഹിഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ച്. തിൻ ഷട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹിഞ്ചാണിത്. നെക്സ്റ്റ് വൺ ഈസ് ബഡ് ഹിഞ്ച്. നമ്മൾ കോമൺ ആയിട്ട് ഡോർസിൽ കൊടുക്കുന്ന ഹിഞ്ച് ബഡ് ഹിഞ്ചാണ്. നെക്സ്റ്റ് വൺ ഗാർണറ്റ് ഹിഞ്ചാണ്. നമ്മൾ ലെഡ്ജ്ഡ് ഡോറും ലെഡ്ജ്ഡ് ബ്രേസ്ഡ് ഡോർസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹിഞ്ചാണ് ഈ ഗാർണറ്റ് ഹിഞ്ച്. സോ അടുത്ത ടൈപ്പ് പാർലമെൻ്ററി ഹിഞ്ചാണ്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഷട്ടേഴ്സ് വാളിന് പാരലായിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഹിഞ്ചാണ് ഈ പാർലമെൻ്ററി ഹിഞ്ച്. അടുത്തത് പിൻ ആൻഡ് സ്ട്രാപ്പ് ഹിഞ്ചാണ്. രണ്ടും ഹെവി ഷട്ടർ ഡോർസിനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് റൈസിംഗ് ബഡ് ഹിഞ്ച്. നമ്മുടെ ഷട്ടേഴ്സ് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 10 mm റൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹിഞ്ചാണ് റൈസിംഗ് ബഡ് ഹിഞ്ച്. സ്വിംഗ് ഡോർസിൽ യൂസ് ചെയ്യുന്നത് ഈ റൈസിംഗ് ബഡ് ഹിഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ബോൾട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൾഡ്രോ ബോൾട്ട്. എക്സ്റ്റേണൽ ഡോർസിൽ നമ്മൾ കൊടുക്കുന്ന ബോൾട്ടാണ് ഈ ആൾഡ്രോ ബോൾട്ട്. ഇനി അതിൽ ഉപയോഗിക്കുന്ന ലോക്കാണ് പാഡ് ലോക്ക് എന്ന് പറയുന്നത്. അടുത്തത് ബാരൽ ബോൾട്ടാണ്. നമ്മുടെ നോർമൽ ഡോർസിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കുന്നതാണ് ഈ ബാരൽ ബോൾട്ട്. ഇനി വരുന്നത് ഹാസ്പ് ആൻഡ് സ്റ്റേപ്പിൾ ബോൾട്ടാണ്. അതും എക്സ്റ്റേണൽ ഡോർസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ഹൂക്ക് ആൻഡ് ഐ ആണ്. വിൻഡോയിനെ ഓപ്പൺ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബോൾട്ടാണ് ഈ ഹൂക്ക് ആൻഡ് ഐ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. ബൈ യൂസിങ് ഡാഷ് ഹിഞ്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു റൈസ് ദ ഡോർ ഷട്ടർ നിയർലി 10 mm എബോവ് ഫ്ലോർ ലെവൽ. ഫ്ലോർ ലെവലിൽ നിന്ന് 10 mm ഡോർ ഷട്ടർ റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹിഞ്ചിന് എന്തായിരുന്നു പറഞ്ഞത്? റൈസിംഗ് ബഡ് ഹിഞ്ച് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇന്നത്തെ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ പബ്ലിക് ബിൽഡിംഗ്സ് ദ മിനിമം ഏരിയ ഓഫ് വിൻഡോ ഷുഡ് ബി ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഫ്ലോർ ഏരിയ. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 15%, ഓപ്ഷൻ സി 20% ആൻഡ് ഓപ്ഷൻ ഡി 30%. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഡോർസ് ആൻഡ് വിൻഡോസ് ടോപ്പിക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.
കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സസൈസ്